ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അനി ഇങ്ങനെ അവിടെ ഐസുവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കുമോ. അപ്പോൾ ആദർശ് ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട് ആദർശേട്ടാന്ന്. കുഴപ്പമൊന്നുമില്ല, സംസാരിക്കുന്നുണ്ടെന്ന് ആദർശ് അനിയോട് പറയുകയും ചെയ്തു. നയനയാണ് കരൾ കൊടുത്തതെന്ന് മുത്തശ്ശനും മുത്തശ്ശി ഉൾപ്പെടെ മറ്റാരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറയാം, അവൾ എവിടെയാണെന്ന് പോലും ഇപ്പം നിലവിൽ ആർക്കും അറിയില്ല എന്ന് കാര്യമൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് രഹസ്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ നീക്കിയിരിക്കുന്നതെന്നൊക്കെ ആദർശ് പറയുമ്പോൾ, ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയിട്ടും വല്യമ്മ മാറുന്നില്ലല്ലോ ആദർശേട്ടാ എന്നതേ നമ്മുടെ അനി പറയാം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇപ്പോഴും വല്യമ്മ ഏട്ടത്തിയാണ് പഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ നേരം പറഞ്ഞു കേട്ടോ. നയനേടത്തെ സ്നേഹിക്കുന്ന ആരോടും വല്യമ്മയ്ക്കാണെങ്കിൽ ഇപ്പം താല്പര്യമില്ല എന്നും പറഞ്ഞു. അപ്പം അതൊന്നും നീ കാര്യമാക്കണ്ട, അവളെ ന്യായീകരിക്കാൻ നീ നിൽക്കണ്ട എന്ന് ആദർശ് അനിയോട് പറയാം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മുടെ നന്ദുവും കനകവും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ആദ്യം അമ്മയുടെ അസുഖമൊക്കെ മാറട്ടെ, അതിനുശേഷം അമ്മ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ അതേ നന്ദു അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അനി ഇവരെ കാണിച്ചും കൊടുത്തു. മോൻ വന്നായിരുന്നോ എന്ന് കനകം ചോദിക്കുമ്പോൾ വന്നായിരുന്നു എന്ന് പറഞ്ഞു. ആൻറ്റിക്ക് വലിയ വിഷമമായല്ലേ എന്ന് അനി ചോദിച്ചു കേട്ടോ. അപ്പം ആദ്യമൊക്കെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി മോനെ, പക്ഷേ ഇതുപോലൊരു സാഹചര്യത്തിൽ എൻ്റെ നയനമോൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണെന്ന കാര്യം കനകം ഇങ്ങനെ പറയാം. എൻ്റെ മോളുടെ മനസ്സ് അത്ര നല്ലതാണെന്നും പറഞ്ഞ് കരയും അവർ. അപ്പോൾ അത് മോൻ്റെ വല്യമ്മ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് ഒരു പ്രശ്നം എന്നും കനകം പറഞ്ഞു. ആദർശേട്ടൻ ചേച്ചിയെ കണ്ടായിരുന്നു എന്ന് നന്ദ ചോദിച്ചപ്പോൾ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സംസാരിക്കുകയും ചെയ്തു. അവൾ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവൾ അങ്ങനെ ചെയ്യുള്ളൂ മോനെ, അവൾ ചെയ്തതിൻ്റെ വലിപ്പം പറഞ്ഞു ഒരിക്കലും ആളാവാൻ എൻ്റെ മോള് നോക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്താ പറയുമെന്ന് ചോദിച്ചപ്പോഴേക്കും 2 ദിവസം കൂടി ഇവിടെ കിടക്കണം, അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാമെന്ന് ആദർശ് പറയുക കനകത്തിനോട്. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല കേട്ടോ ആദർശേട്ടാ, അച്ഛനാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് നന്ദു പറയുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിക്കോ, ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ നയനോട് വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ നന്ദു ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ എന്ന് ആദർശ് നേരം പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട മോനെ, മോൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ അത് നടക്കാൻ പോവുമല്ലേ, അതുകൊണ്ട് വീട്ടിലിരുന്നാലും ഒരു സമാധാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുന്നു. അപ്പം നാളെ ചേച്ചി ആ വാർഡിലേക്ക് മാറ്റും ആദർശേട്ടാന്ന് ചോദിച്ച് ഇവർ സംസാരിക്കുമ്പോഴാണ് എൻ്റെ ദൈവമേ ആ പൂതനെ അങ്ങോട്ടേക്ക് വരുന്നത്. വഴക്കിനായിട്ട് ഒരുത്തി വരുന്നുണ്ടെന്ന് അനി ഇത് കണ്ടപ്പോൾ പറയുകയും ചെയ്തു. അതുപോലെ തന്നെ വരികയും ചെയ്തു. നന്ദുവിനെയും കനകത്തെയും തുറിച്ച് നോക്കി അവളിങ്ങനെ നിൽക്കുന്നത് അവിടെ. അപ്പോൾ ഇതൊക്കെ കേട്ടും കണ്ടു ആദർശം ഇങ്ങനെ നിൽപ്പുണ്ടോ. എനിക്ക് അവളെ കത്തിക്കാനുള്ള കലിപ്പിലാണ് അനി നിൽക്കുന്നത്. ഞാൻ പറയുന്നതിലാ കുറ്റം. നോക്ക്, വല്യമ്മയുടെ കാര്യം അറിയാനായിട്ട് വന്നപ്പോൾ എൻ്റെ ഭർത്താവും അവൻ്റെ കാമുകിയും ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് തുള്ളുവാണ് അനാമിക. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഒരു ഹോസ്പിറ്റലിലാകുമ്പോൾ പലരും വന്നെന്നും പോയെന്നും ഇരിക്കും. ഏട്ടത്തിമാരുടെ അമ്മ അനിയത്തിയാണ് വന്നിരിക്കുന്നത്, അതിലിപ്പോൾ എന്താ അത്ര തെറ്റിരിക്കുന്നതെന്നും അനാമികയോട് ചോദിക്കാം. വല്യമ്മയുടെ രോഗവിവരങ്ങൾ അറിയാൻ നിന്നെപ്പോലെ തന്നെ നന്ദുവിനും നന്ദുവിൻ്റെ അമ്മയ്ക്കും ആകാംക്ഷ കാണില്ലേ? ഇത് വല്യമ്മയെ കാണാനുള്ള ആകാംക്ഷ ഒന്നും അല്ലടാ, നിന്നെ കാണാനാ ഇവള് വരുന്നതെന്ന് പറഞ്ഞ് അനാമിക ഇങ്ങനെ രണ്ടും കെട്ട രീതിയിൽ പറയുക. അതിനിതേ ഈ നിൽക്കുന്ന ഇവളുടെ അമ്മയും പിന്നെ എവിടെ അവരെവിടെ, നിന്റെ ഏട്ടത്തി എന്ന് പറയുന്നവള് അവളെവിടെയെന്നും ചോദിച്ചുകൊണ്ടായി അടുത്തത്. അവരും ഇതിനൊക്കെ കൂട്ടാണെന്നും പറഞ്ഞു കിടന്നു വയ്ക്കുക. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഇനി പഴയതുപോലെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇവളിവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയുന്ന അനാമികയുടെ വാക്കുകൾ കേട്ട് എന്നും പറഞ്ഞ് നിൽക്കുക അനി കേട്ടോ. ആദർശ തലയ്ക്ക് കൈയും കൊടുത്തോടെ നിൽപ്പുണ്ട്. അപ്പം മോളെ, നീ നിരപരാധിയായ എൻ്റെ മക്കളെ ഒരുപാട് വിമർശിക്കുന്നുണ്ട്, നോവിക്കുന്നുണ്ടെന്നും ഞങ്ങളെല്ലാവരും സങ്കടത്തിലാണെന്നും അതിൻ്റെ കാരണം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലെന്നും കനക അനാമികയോട് പറയുക. എന്ന് വെച്ചാൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറഞ്ഞാൽ അത് കേട്ടോണ്ട് നിൽക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ, എന്തില്ലാത്ത കഥകളാ? നിങ്ങളുടെ ചരിത്രം കുറെ ഞാനും കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അനാമിക, അഷ്ടിക്ക് വകയില്ലെങ്കിലും കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് മക്കളെ കെട്ടിച്ചു വിടാനായിരുന്നു നിങ്ങൾക്ക് ആഗ്രഹം, അതൊക്കെ ഞാനും കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് അനാമിക കിടന്ന് ഉറഞ്ഞു തുള്ളുക. അങ്ങനെയാണ് 2 മക്കളെയും അനന്തപുരി തറവാട്ടിലേക്ക് കയറ്റി വിട്ടതെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞു. ആദർശമൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അതും പോരാഞ്ഞിട്ട് ഇനി 3ാമത്തെ മകളെ കൂടി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം, അതിനുവേണ്ടി സാഹചര്യം മുതലാക്കുക നിങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോൾ അനാമികയെ നിർത്താനാ നിന്നോട് പറഞ്ഞതെന്ന് അനി പറഞ്ഞു. ഞാൻ എന്തിനാടാ നിർത്തുന്നത്? അനന്തപുരി തറവാട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവരുടെ മൂത്ത മോള് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കള്ളം വരെ പറഞ്ഞില്ലേടാന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇവരൊന്നും മിണ്ടാതെ നിൽക്കുക. എന്നിട്ട് അവൾ വയറ്റിൽ പേടും വെച്ചുകൊണ്ട് നടന്നില്ലേടാന്ന് ചോദിച്ചു. ഇതൊക്കെ ഇവർ വളർത്തി വലുതാക്കി ഇവരുടെ ബുദ്ധി തന്നെയാണെന്നും പറഞ്ഞ് കനകത്തിനെ കുറ്റം പറയുക. ഇതൊക്കെ കേട്ടിട്ട് ആദർശമൊന്നും മിണ്ടാതെ നിൽക്കുവാണ്. ഇനിയിപ്പം നിന്നെ ഇവർക്ക് കിട്ടില്ലെന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ നാണം കെട്ട കാര്യങ്ങൾ ഇവർ ചെയ്യും. കല്യാണം കഴിയാത്ത മോൾ വിശേഷം അറച്ചിട്ട് അതിൻ്റെ ഉത്തരവാദി നീയാണെന്ന് പറഞ്ഞെന്നും വരും. മറ്റുള്ളവരുടെ കഴുത്തറക്കാൻ മറടിയില്ലാത്ത വൃത്തികെട്ടൊരു അമ്മ ഇവരെന്നും പറഞ്ഞപ്പോൾ നിർത്തടിയെന്നും പറഞ്ഞു കൂട്ടത്തു ചെവിക്കല്ല് തീർത്തൊരു ഒറ്റ വരണം നമ്മുടെ അനി. ഒട്ടും പ്രതീക്ഷിച്ചില്ല അനി ഇതുപോലെ കൊടുക്കുമെന്നുള്ളത്. കൊള്ളാം,
കാമുകിക്ക് വേണ്ടിയിട്ട് നീ എൻ്റെ കവിളത്ത് കൈവച്ചല്ലേ എന്ന് ചോദിച്ചാൽ അനാമിക കിടന്ന് തുള്ളുക. സന്തോഷമായിടാ, സന്തോഷമായി. ഇനിയും നിനക്ക് എന്നെ തല്ലണോ? ഇനി ഒരു കവിളും കൂടെ ബാക്കിയുണ്ടിടാ. തല്ലിക്കും നീ, നിന്റെ ദേഷ്യം തീരുന്നത് വരെ നീ തല്ലിക്കോളാൻ പറഞ്ഞു അവിടെ കിടന്ന് ഭദ്രകാളിയെ പോലെ ഭ്രാന്തിയെ പോലെ കിടന്ന് ഉറഞ്ഞു തുള്ളുവാണ്. മുഴു ഭ്രാന്തിയാണ് ഈ അനാമികയെന്നുള്ള സത്യം ഇവരിന്ന് തിരിച്ചറിയുന്നു. ആ സമയത്ത് നോക്കി നിൽക്കുന്ന ആദർശിൻ്റെ അടുത്തേക്ക് വരുവാണ് തുള്ളി പറഞ്ഞുകൊണ്ട് അടുത്തത്. നിങ്ങളുടെ അമ്മയ്ക്ക് നയനി എന്നുള്ള പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല, അവളുടെ ബന്ധുക്കൾ അരികിലേക്ക് ചെല്ലുന്നതും ഇഷ്ടമല്ല. അതറിഞ്ഞിട്ടും ഇവളുമാരൊക്കെ എന്തിനാ ഇവിടെ കിടന്ന് കുറങ്ങുന്നത്? ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാമെന്ന് നിങ്ങൾ ഇവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ആദർശിനോട് ചോദിക്കുമ്പോൾ, എടി പോ, നിന്നോട് പോകാനാ പറഞ്ഞത്, ഇല്ലെങ്കിൽ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും, നിനക്കൊപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ജയിലാടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ പറഞ്ഞു. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് ആരും കരുതണ്ടെന്നും പറഞ്ഞ് തുള്ളി ചാടിതേ പോകുന്നു അനാമിക. അപ്പോൾ മോൻ മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും വേണ്ടായിരുന്നു മോനെ എന്ന് കനകം അനിയോട് പറയുമ്പോൾ, ആൻറ്റി അയ്യപ്പനാണെങ്കിലും ചില നേരത്തെ നമ്മളത് മറന്നു പോകത്തില്ലേ, സ്വാമിയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകില്ലേ, വിട്ടുപോകില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അനി. അപ്പോൾ ഇത് അതിവൻ പറഞ്ഞത് ശരിയാണെന്നും അവളുടെ സംസാരം കേട്ടപ്പോൾ ഞാനും ഒരു നിമിഷം മാലയിട്ട കാര്യം മറന്നു പോയമ്മേന്ന് ആദർശം പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല എന്നും പറഞ്ഞ് കനകം പേടിയോടെ സംസാരിക്കുമ്പം എന്ത് നടന്നാലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ വല്യമ്മയ്ക്ക് വേണ്ടി രക്തം കൊടുക്കുക മാത്രമല്ല കരളും കൊടുത്തിട്ട് അകത്ത് കിടക്കുക എൻ്റെ ഏട്ടത്തി. ആ ഏട്ടത്തെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ നമ്മൾ പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് പെടും, പിടിവിട്ട് പോകുമെന്ന് അനി ഇങ്ങനെ പറഞ്ഞു. എന്നാലും എന്നാലും ഇല്ല ഏട്ടാ, എന്നെക്കൊണ്ട് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായി. ദൈവങ്ങൾ പോലും അതിൻ്റെ പേരിലേ നമ്മളെ കുറ്റപ്പെടുത്തും, തെറ്റിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ പേരിൽ എന്ത് ശിക്ഷ വന്നാലും ഞാനത് ഏറ്റോളാമെന്ന് പറഞ്ഞ് അനി ഇങ്ങനെ നിൽക്കുക. തുള്ളിച്ചാടി മകൾ വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും അമ്മ അവിടെ ഇങ്ങനെ കാലും കയറ്റി ഇരിക്കുവാണ്. എൻ്റെ കവിള് ചുമന്ന് നടക്കുന്നത് കണ്ടോ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് ആ ചെല്ലുന്നത്. അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു വന്നു. അയ്യോ മോളെ ആരെങ്കിലും തല്ലിയോ എന്ന് അമ്മ മോളോട് ചോദിക്കുക. വിരൽ പതിപ്പിച്ചിട്ടുണ്ട് മരുമോൻ മോളുടെ മുഖത്ത്. അവൻ നിന്നെ തല്ലിയോ മോളെ എന്ന് ചോദിച്ചാൽ അച്ഛൻ. അപ്പം തലോടിയാൽ ഈ പാട് വരില്ലല്ലോ എന്ന് മകള്. അപ്പോൾ എന്തിനാ മോളെ അവനിത് ചെയ്തത്? അപ്പോൾ വല്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കൊണ്ട് അവിടേക്ക് ഇടയ്ക്കും മുറയ്ക്കും പോകണമെന്ന് നിങ്ങൾ രണ്ടുപേരും എന്നെ ഏത് നേരവും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? അവരെ കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ പതിവ് പോലെ അവളും ഉണ്ടായിരുന്നു, നന്ദു എന്ന് പറയുന്നവൾ. അവളും അവളുടെ അമ്മയും ഉണ്ടായിരുന്നു ഇത്തവണ. അങ്ങനെ അവരോട് സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അവളെ തല്ലി ഒതുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിട്ട ആൾക്കാർ അവളുടെ തല്ലും മേടിച്ചുകൊണ്ട് ഓടിയില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഇന്ന് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എൻ്റെ മിടുക്കൊണ്ടാ ഞാൻ അനന്തപുരി തറവാട്ടിലേക്ക് കയറിയത്. ആ മിടുക്ക് എൻ്റെ അച്ഛൻ തിരിച്ച് ഇതുവരെ കാണിച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് അനാമിക പറയണു. നാഴികയ്ക്ക് 40 വട്ടം രണ്ടാളും പറയാറുണ്ട്, കടം വീട്ടണം, ലക്ഷങ്ങൾ വേണം എന്നൊക്കെ. എന്നാൽ അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ എനിക്ക് ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം. അതിനുള്ള മാർഗം നിങ്ങളുണ്ടാക്കി തരണം. എന്നെ അവിടെയുള്ളവർ അംഗീകരിക്കണം. നിങ്ങൾ എന്തെങ്കിലും അതിന് ചെയ്യുന്നുണ്ടോ? നിങ്ങളെ കരണത്ത് തല്ലുന്നൊരു ഭർത്താവാണ് എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് പോകുമെന്ന് ചോദിച്ചാൽ അനാമിക കിടന്ന് ഭ്രാന്ത് കാണിക്കുക. അപ്പം പോണം മോൾ, ഇപ്പം തന്നെ ഞങ്ങൾക്കൊപ്പം അങ്ങോട്ടേക്ക് വരണം. ഇതിനുള്ള മരുന്ന് അവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാലേ കവിളത്തവൻ്റെ കൈ വീണപ്പോൾ മോൾ ഇങ്ങോട്ടായിരുന്നില്ല വരേണ്ടിയിരുന്നത്. അവിടെ പോയി അവൻ്റെ ബന്ധുക്കളെ കണ്ട് ഈ കവിള് കാണിച്ചു കൊടുക്കണമായിരുന്നു. അതായിരുന്നു നീ ചെയ്യേണ്ടത്. അപ്പോൾ അതേ മോളെ, അത് തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന് രേവതിയും പറയുക. അല്ല മോളെ, എന്തിനവൻ തല്ലിയത്? ഞാൻ കഴിഞ്ഞ തവണ നന്ദു എന്ന് പറയുന്നവളെ കണ്ടപ്പോഴേ എൻ്റെ അമർഷം മുഴുവൻ ഞാൻ പ്രകടമാക്കിയതാ. അങ്ങനെയുള്ളപ്പോൾ അവൾ ഒരു കാരണവശാലും അവിടേക്ക് വരേണ്ടതല്ല. അനി അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ഒരു കാരണവും കൂടാതെ അവളുടെ അമ്മയെയും കൂട്ടി അങ്ങ് വന്നപ്പോൾ ഞാനത് പ്രതികരിക്കണ്ടേ? പറയാനുള്ളതെന്താ ഞാൻ പറയണ്ടേ? അതേ ഞാൻ ചെയ്തോളൂ. അവളെ മാത്രമല്ല അവളുടെ അമ്മയെയും ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന് സഹിച്ചില്ല, അത് അവൻ തല്ലിയതെന്ന് പറഞ്ഞു. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു കണക്കിന് നല്ല കാര്യമാണ് മോളെ. കുടുംബത്തിനകത്ത് തമ്മിൽ തല്ലും വഴക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ മുകളിലോട്ട് നോക്കിയിരിക്കുന്ന ഒരു കിളവനുണ്ടല്ലോ അവിടെ, മൂർത്തി എന്ന് പറയുന്നവൻ, അയാൾ ഇതിനൊക്കെ തീരുമാനം ഉണ്ടാക്കിക്കോളും. ഏതായാലും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അയാളുടെ കൊച്ചുമോൻ അവനായിട്ടൊരു അവസരം ഉണ്ടാക്കിയെന്ന് കരുതിയാൽ മതി. ഇപ്പം നമുക്ക് പോകാമെന്നും പറഞ്ഞ് മോളെയും കെട്ടിയോളെയും പൊക്കി ചുമന്ന് കൊണ്ടുപോവുകയാണ് ഭർത്താവ്. അങ്ങനെ അവർ 3 പേരും കൂടി അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, പ്ലാനുകൾ ഒരുക്കുന്നു, അകത്തേക്ക് കയറി ചെല്ലുന്നു. ജാനകി അന്നേരത്തേക്ക് അവിടെ ഇരിപ്പുണ്ട്, ജലജ അവിടെ ഇരിപ്പുണ്ട്. രണ്ടുപേരും എത്തി വലിഞ്ഞു നോക്കുന്നു. മരുമകളെ കണ്ടപ്പോഴത്തേക്കും അയ്യോ എന്തൊരു സന്തോഷമാണ് മതി ജാനകിക്ക്. അങ്ങനെ അവർ ചെന്നപ്പോൾ മോള് വന്നോ എന്ന് ജാനകി. വന്നു, പോയ പോലെയല്ല, മുഖത്ത് പാടുമായിട്ടാ നോക്കുന്നു പറഞ്ഞുകൊണ്ട് രേവതി കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അമ്മ ഇങ്ങനെ മോക്കടെ സ്കിന്ന് ചുഴിഞ്ഞു നോക്കുവാണ്. അയ്യോ മോക്കടെ മുഖത്ത് അടിയുടെ പാടുണ്ടല്ലോ, എന്തുപറ്റിയാ മോളെ എന്ന് ജലജ ചോദിച്ചേ. അപ്പം തല്ലിയതാണെന്നോ വേണു. ആര് തല്ലിയെന്ന്? അവകാശപ്പെട്ടവൻ തന്നെ, അവളുടെ ഭർത്താവാ തല്ലിയത്. അയ്യോ അനി മോളെ തല്ലിയോ എന്ന് ജാനകി. അപ്പോഴേക്കും മോള് ഭയങ്കര കരച്ചില്.
അവൻ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ലാതിരുന്നതാണല്ലോ എന്ന് ജലജ പറഞ്ഞപ്പോൾ, ഇല്ലാതിരുന്ന സ്വഭാവങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായി ഒരുത്തിയെ പ്രേമിക്കാൻ തുടങ്ങിയതിൽ പിന്നെ. അപ്പോൾ എന്താ മോളെ ശരിക്കും പറ്റിയത് എന്ന് ജാനകി ചോദിച്ചപ്പോൾ, എന്താണെന്നുള്ളത് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ട് വേണ്ടാത്തതൊക്കെ പറയാം. അപ്പം ഇവരെ അതൊന്നും പറഞ്ഞ് കേൾപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു രീതിയിൽ പറയുന്നതിനേക്കാൾ വളച്ചൊടിച്ച് പറയാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും അച്ഛൻ ചാടി വീണു. അതെ, തല്ല് കിട്ടിയതിന് വ്യക്തമായ കാരണമുണ്ട്. ദേവയാനി ഹോസ്പിറ്റലിൽ കിടക്കുക. അതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അവിടെ ബൈസ്റ്റാൻഡർ മാത്രം നിൽക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അവിടെ ജയനുണ്ട്, ആദർശുണ്ട്, നയനയുണ്ട്. അതിൻ്റെ കൂടെ നയനയുടെ അമ്മ എന്തിനാ ഇളയ മകളെയും കൂട്ടി അവിടെ വന്ന് നിൽക്കുന്നത് എന്നും ചോദിച്ചിങ്ങനെ ഡയലോഗ്. അപ്പോൾ അനി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അത്യാഗ്രഹിയായ സ്ത്രീ അവരുടെ മകളെയും കൂട്ടി അങ്ങോട്ട് വന്നത് എന്നിങ്ങനെ ഈ രേവതി പറഞ്ഞപ്പോൾ അത് 100% ശരിയല്ലേ എന്ന് ജലജ. അപ്പോൾ അതുകൊണ്ടാണ് മോൾ അവരെ ചോദ്യം ചെയ്തത്. അതിനുള്ള മറുപടിയാണ് മോളുടെ കവളിൽ ഇപ്പോൾ കിടക്കുന്നതെന്നും പറഞ്ഞായി അടുത്ത ഡയലോഗ്. ഇത് വല്ലാത്തൊരു സംഭവമായി പോയല്ലോ എൻ്റെ ജാനകി, എന്തൊരു കഷ്ടമായത്. അപ്പം മോൾ വീട്ടിൽ വന്നത് ഒരു അവസരമായിട്ടാണ് ഇപ്പം അനിയും നന്ദും ഒക്കെ കാണുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അധികം വൈകാതെ തന്നെ നവ്യയും നയനയും കൂടി അവളുമാരുടെ അനുജത്തി ഇവിടെ കൊണ്ടുവരും. അതിന് വേണ്ടുന്ന അവസരം ഉണ്ടാക്കുമെന്നും പറഞ്ഞു ഇങ്ങനെ രേവതി പറഞ്ഞപ്പോൾ, നോട്ടക്കില്ല രേവതി, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഞാൻ മരിക്കണമെന്ന് ജാനകി പറയുക. അനിയുടെ അമ്മയെ തല്ലാതെ വളർത്തിയ എൻ്റെ മോളായത്. അതിനുള്ള കാരണമൊന്നും ഇന്നുവരെ എൻ്റെ മോളായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയുള്ള മോളെ ഈ രീതിയിൽ കാണേണ്ടി വന്നത് ഞങ്ങളുടെ ഗതികേടാണെന്നും പറയുമോ ഇവർ. കല്യാണം നടന്നുപോയി. ഇനിയിപ്പോൾ ഭർത്താവ് ഭാര്യയെ തല്ലിയെന്നും പറഞ്ഞ് ബന്ധം വേണ്ടാന്ന് വെച്ചാലേ അതിൻ്റെ നാണക്കേട് ഞങ്ങൾ കാണുന്നൊക്കെയാണ് വേണുവിൻ്റെ വാദം. അതുകൊണ്ട് മാത്രമാണ് ഡിവോഴ്സിനെ പറ്റി ഞങ്ങൾ ചിന്തിക്കാത്തത്. അയ്യോ മോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല എന്ന് ജാനകി പറയുമ്പോൾ, എങ്ങനെ ചിന്തിക്കാതിരിക്കും അമ്മേ? അവനോട് എന്നോട് യാതൊരുവിധ താല്പര്യമില്ല. ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം അവൻ എന്നെ ഒന്ന് കാണാൻ വന്നിട്ടില്ല, ഒന്ന് വിളിച്ചിട്ടില്ല, അറിയാമോ എന്ന് ചോദിച്ചു. അതേസമയം നന്ദു ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് അവളെ കാണാനായിട്ട് ഓടിപ്പോയി, അവളുമായിട്ട് സംസാരിക്കാൻ. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും അമ്മയെന്നൊക്കെയാണ് മകള് ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ ജാനകി, നീ വെറുതെ സംസാരിച്ച സമയം കളയാതെ അവനെ വിളിക്കുക, അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ പറഞ്ഞപ്പോഴേക്കും അമ്മ ഫോൺ എടുക്കാൻ ഓടി. ഈ സമയം അവിടെ നമ്മുടെ കനകവും അവരൊക്കെ കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ ഒട്ടും സുരക്ഷിത ഇല്ലാത്തത് എൻ്റെ മക്കളാണെന്നും പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നവ്യമോള് കുടിക്കാനുള്ള പാല മോൻ്റെ അമ്മ കുടിച്ചതെന്നുള്ളത് പകല് പോലെ സത്യമായ കാര്യമാണെന്നുള്ള കാര്യം പറഞ്ഞു കനകം. എന്ന് വെച്ചാൽ നവ്യമോളുടെ കുഞ്ഞിനെ കളയാനും അവളെ ഹോസ്പിറ്റലിലാക്കാനും അവിടെ ആരോ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു എന്നുള്ള കാര്യം സത്യമാണെന്നുള്ള കാര്യം കനകം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. കുഞ്ഞിനെ കളയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് അഭിയേട്ടൻ്റെ അമ്മയ്ക്കാണെന്നുള്ള കാര്യം നന്ദു അന്നേരം പറഞ്ഞു. പക്ഷേ അഭിമോനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കാരണം അവൻ ഒരുപാട് മാറിയല്ലോ. നവ്യമോളുമായിട്ട് വീട്ടിൽ വന്നായിരുന്നല്ലോ, നല്ല സ്നേഹത്തിൽ അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ശരിയാ എന്ന് നമ്മുടെ അനി പറഞ്ഞു കേട്ടോ. വേഗം ചാടി കയറി. ഞാനിടയ്ക്ക് വിളിച്ചപ്പോൾ അഭിമോന് അവളോട് നല്ല സ്നേഹമാണെന്ന് അവൾ എന്നോട് പറഞ്ഞത്. അത് അഭിനയം അല്ല എന്ന് കരുതാം അല്ല മക്കളെ എന്ന് കനകൻ ചോദിക്കും കേട്ടോ. പിന്നെ അവിടെ നവ്യമോളോട് വിരോധം ഉള്ളത് അവിടേക്കിപ്പോൾ പോയ അനാമിക മോൾക്കും അതുപോലെ അവളുടെ അമ്മയ്ക്കും മാത്രമാണ്. കഴിഞ്ഞൊരു ദിവസം അനാമികയുടെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വയറ് കേടായതിൻ്റെ കാരണക്കാരി നവ്യയാണ് എന്ന് അവർ സംശയിക്കുന്നുണ്ടെന്ന് കനക ഇവരോട് പറഞ്ഞു. അതിന് പകരം വീട്ടാനാണോ പാലിൽ വിഷം കലർത്തിയതെന്ന് നവ്യയ്ക്കും നയനയ്ക്കൊക്കെ നല്ല സംശയമുണ്ട് മോനെ എന്ന് പറയുകയും ചെയ്തു നമ്മുടെ കനകം. ഇത് കേട്ടപ്പോൾ ആദർശും അനിയൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അപ്പം തെറ്റ് ചെയ്തവരാ, അത് പിടിക്കപ്പെടുമെന്ന് കാണുമ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നതെന്നും ഇവിടെ അനാമികയുടെയും അവളുടെ അമ്മയുടെയും പെരുമാറ്റം കാണുമ്പോൾ അവരാണോ യഥാർത്ഥ പ്രതികളെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് നമ്മുടെ അനി അന്നേരം പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട അനി, അതൊന്നും നോക്കി പോവണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഇനി ഞങ്ങളാണെന്ന് അവരങ്ങ് പറഞ്ഞു കളയുമെന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ പറയുക. പറഞ്ഞു തീർന്നില്ല, അമ്മയുടെ കോള് വന്നു കഴിഞ്ഞു. അപ്പോൾ അവളെ തല്ലിയതേ വലിയ വിഷയമാക്കിയെന്നാണ് തോന്നുന്നത്, അമ്മയെ വിളിക്കുന്നതെന്ന് നമ്മുടെ അനി ഇവരോട് പറഞ്ഞപ്പോൾ ഫോൺ എടുക്കാൻ പറഞ്ഞു ആദർശം. ഇല്ല, ഫോൺ എടുക്കുന്നില്ല, വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞു ഇങ്ങനെ അനി പറയാം. നിൻ്റെ അമ്മ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ പരിസരം മറന്ന് നയനയാണ് അമ്മയ്ക്ക് കരൾ ദാനം ചെയ്തതെന്നുള്ള കാര്യം നീ പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുടൻ തന്നെ ഇളയമ്മ അമ്മയെ അറിയിക്കുമെന്നുള്ള കാര്യം പറയാം. പിന്നെ ചിലപ്പോൾ അമ്മ നയന ചെയ്ത സഹായം അത് സ്വീകരിച്ചെന്ന് പോലും വരത്തില്ല എന്നും അനി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. വെറുതെ അതിനുള്ള വഴികളൊന്നും ഉണ്ടാക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ ഇല്ല ഏട്ടാ, ഒരിക്കലുമില്ല. പക്ഷെ നന്ദുവിനെയും നന്ദുവിൻ്റെ വീട്ടുകാരെയും കാണരുതെന്ന് അമ്മയെന്നല്ല ലോകത്തുള്ള ഏതൊരു ശക്തി പറഞ്ഞാലും ഞാൻ അത് കേൾക്കാൻ കൂട്ടാക്കില്ല എന്ന് അനി തറപ്പിച്ചു പറയുക. അനിയുടെ കടുത്ത തീരുമാനമാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ വേണ്ടത് നന്ദുവിൻ്റെ ചേച്ചിമാരാ. നവ്യേട്ടത്തിയെ പോലും ഇപ്പോൾ ഒരുപാട് മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് മാത്രമല്ല അതിൻ്റെ നന്ദുവിനെയും നന്ദുവിൻ്റെ അച്ഛനെയൊക്കെ കൂട്ടി വീട്ടിലേക്കും വരണമെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അനി ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അതിൻ്റെ പേരിൽ
വീട്ടിൽ വഴക്കുണ്ടായാലും അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അനി പറയും കേട്ടോ. ഞങ്ങളുടെ തറവാട്ടിലേക്ക് വരാൻ അനാമികയുടെ അച്ഛനും അമ്മയെക്കാളും അധികാരം നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നെയാണെന്നും പറഞ്ഞ് നമ്മുടെ അനി ഇവരോട് ഇങ്ങനെ പറയതൊക്കെ കേട്ട് കനകമൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഏട്ടാ എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മുടെ അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നന്ദുവിൻ്റെയും അനിയുടെയും ബന്ധത്തെപ്പറ്റി നയനയ്ക്ക് വളരെ നേരത്തെ തന്നെ അറിയായിരുന്നു. പക്ഷേ അവളതെന്നോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ പല പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോയേനെ എന്നും പറഞ്ഞ് അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒന്നും പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നും പറയുവാണ് ആദർശ്. അപ്പോൾ ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട അമ്മോനെ എന്ന് പറഞ്ഞപ്പോൾ അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട് അമ്മേ എന്ന് പറഞ്ഞു. ഇഷ്ടമില്ലാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ച് മനസമാധാനം കളയുക എൻ്റെ അനിയൻ ഇപ്പോൾ ചെയ്യുന്നതെന്നും പറഞ്ഞ് തൻ്റെ സങ്കടം പറയാം. അവരുടെ കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ബന്ധം പിരിയരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ട് എന്നും പറഞ്ഞു. പക്ഷേ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എത്ര കാലം ഈ ബന്ധം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്നും ആദർശ് പറയുക. അമ്മേ, എൻ്റെ ജീവിതത്തെക്കാളും അവൻ്റെ ജീവിതം നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത രണ്ടുപേര് തമ്മിൽ ഒരുമിപ്പിച്ചതിൻ്റെ ആ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞപ്പോഴേക്കും നന്ദുവിനും ആകെ സങ്കടമായി. ഇത് കഴിഞ്ഞ് അവിടെ എന്തോ കാര്യം നടന്നതുപോലെ അങ്ങനെ ഇരിക്കുവാണ് ഈ ജലജയൊക്കെ. ഇവിടെ ആരെയും പേടിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇരുന്ന ഡയലോഗുകൾ അടിക്കാം. മരുമോളെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തിയേക്കുക ജാനകി. കല്യാണം കഴിഞ്ഞതിന് ശേഷവും ആ പെണ്ണിനെ എൻ്റെ മരുമകൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ മകളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കില്ലായിരുന്നു എന്ന് വേണു പറയുക. അപ്പം ഞാൻ അവനെ കല്യാണം കഴിക്കത്തുമില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കരയുക അനാമിക. ഞാൻ ആദ്യം സ്നേഹിച്ചത് അനിയിലെ കലാകാരനെയായിരുന്നു. അവൻ കവിത എഴുതുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവനെ വേണമെന്ന് തോന്നിയത്. അതെൻ്റെ ഭാഗ്യക്കേടായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളെ. അനിയെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ അവൻ മോൾക്ക് എന്നും നല്ലൊരു ഭർത്താവായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ജാനകി ഗ്ലാസ് എടുത്ത് കൊടുക്കുന്നു. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട എന്നും പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിയ്ക്കുന്നു. തൊട്ടടുത്ത നിമിഷം നമ്മുടെ അനി തറവാട്ടിലേക്ക് വന്ന് കയറി. അനി വന്നപ്പോഴത്തേക്കും ജലജ വന്നല്ലോ എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അനി വന്ന് കയറിയപ്പോഴേക്കും നീ എന്തിനാണോ മോളെ തല്ലിയത് എന്നും ചോദിച്ചുകൊണ്ട് ജാനകി കടിച്ചു കീറാൻ ചെല്ലും കേട്ടോ. സ്വന്തം ഭാര്യയായാലും ശരി ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ ആണിന് അവകാശമില്ല എന്നും പറഞ്ഞുകൊണ്ട് വേണു അന്നേരം അനിയോട് പറയാം. സത്യം പറഞ്ഞാൽ കരണത്ത് പാടുവായി നിൽക്കുന്ന മകളുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടായിരുന്നില്ല വരേണ്ടിയിരുന്നതെന്നും ഇത് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ തീർക്കേണ്ട പ്രശ്നമായിരുന്നു എന്നും വേണു വലിയ ഡയലോഗുകൾ അടിക്കുന്നു. പിന്നെ അനന്തപുരി തറവാടിൻ്റെയും മൂർത്തി സാറിനെയും കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ആ വഴിക്കൊന്നും പോകാതിരുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ ഘോര പ്രസംഗിക്കും അവിടെ നിന്ന്. അപ്പം എൻ്റെ മോളുടെ കരണത്തടിക്കാനും മാത്രം എൻ്റെ മോൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് രേവതി ചോദിക്കാം. അപ്പം ചോദിച്ചത് നീ കേട്ടില്ലെന്ന് ചോദിച്ച് ജാനകി പേടിപ്പിക്കുന്നു അനിയൻ. പിന്നെന്താ നീ ഒന്നിനും മറുപടി പറയാത്തത്? അവിടെ എന്താ സംഭവിച്ചതെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞതിൽ എന്താ നീ തെറ്റ്? സ്വന്തം മക്കളെ വഷളാക്കുന്നത് അവർ ഒരുത്തിയാ. കനകദുർഗ എന്ന കള്ളി എന്നും പറഞ്ഞിങ്ങനെ വലിയ ഡയലോഗ് അടിച്ചപ്പം അത് പറഞ്ഞത് മോനെ ഇഷ്ടപ്പെട്ടില്ല അല്ല മോനെ എന്ന് വേണു. അനാവശ്യമായിട്ട് ഞാൻ സ്നേഹിക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും കുറ്റപ്പെടുത്തിയാൽ അത് കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അനി മുഖത്ത് നോക്കി അങ്ങ് പറയുവാണ്. അത് അവരെനിക്ക് പ്രിയപ്പെട്ടതാണെന്ന്. അനി, നീ സ്നേഹിക്കേണ്ടത് നിന്റെ ഏട്ടത്തിമാരുടെ വീട്ടുകാരെ അല്ല, സ്വന്തം ഭാര്യയെയും അവളുടെ വീട്ടുകാരെയുമാണെന്ന് ജലജ പറഞ്ഞു കൊടുക്കുക. ഈ വീടിനകത്ത് ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കവളത്ത് കൈ വെച്ചിട്ടുണ്ടോടാ? നിന്റെ അച്ഛൻ എപ്പോഴെങ്കിലും എന്നെ തല്ലുന്നത് നീ കണ്ടിട്ടുണ്ടോടാ? മുത്തശ്ശൻ അങ്ങനെ ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോടാ എന്നൊക്കെ ജാനകി ചോദിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നും അത് തെറ്റായി പോയെങ്കിൽ മാപ്പ് ചോദിക്കാനും ഞാൻ തയ്യാറാണെന്ന് നമ്മുടെ അനി ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് കഥയായിരുന്നു ഇന്നത്തേത്. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.